നമസ്കാരം. മൈ വ്യൂസ് ബൈ ലക്ഷ്മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഹാപ്പി ഓണം. കുറച്ച് ലേറ്റായി പോയി. നിങ്ങളുടെ എല്ലാവരുടെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും നല്ലൊരു ഓണം തന്നെയായിരുന്നു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഉത്രാടത്തിലെ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഓണാഘോഷം തന്നെയാണ് ഇടുന്നത്. കുറച്ച് ലേറ്റായി പോയി എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. 2 ദിവസം മുന്നേ തന്നെ ഇടണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ നടന്നില്ല. അപ്പോൾ ഉത്രാടത്തിൻ്റെ അന്നാട്ടോ ആദ്യം കണ്ടത്. ഈ ഉത്രാടത്തിൻ്റെ അന്ന് ഇവിടെ നല്ല മഴയായിരുന്നു. നിങ്ങൾക്കൊക്കെ അവിടെ മഴ ഉണ്ടായിരുന്നോ? പിന്നെ ഞങ്ങൾ അന്നത്തെ ദിവസം അധികം ഭയങ്കര കാര്യമായിട്ടൊന്നുമില്ല. പൂവിട്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് കൂട്ടം ഉണ്ടാക്കി. അതായത് ഓണത്തിനായിട്ട് തന്നെ നമ്മൾ സാമ്പാറും ഉണ്ടാക്കി. ഞാൻ വറുത്തരച്ച സാമ്പാറും ഉണ്ടാക്കി, അതുപോലെ കൂട്ടുകറി ഉണ്ടാക്കി. പിന്നെ അമ്മയും ചെറിയ രണ്ട് കറികൾ ഉണ്ടാക്കി. എന്നിട്ട് ഞങ്ങൾ ഉത്രാട സദ്യ കഴിച്ചു. അതുപോലെ നമ്മുടെ പോപ്പി ഉത്രാട സദ്യ തന്നെയാണ് കഴിച്ചത്. പോപ്പി പാവം കേട്ടോ. സദ്യ കഴിക്കുമ്പോൾ എനിക്ക് എപ്പോഴും അവളെ കാണുമ്പോൾ ഭയങ്കര പാവം തോന്നും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ആയപ്പം കുറച്ച് പൂ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ് ഞങ്ങളുടെ കുഞ്ഞിക്കാറിൽ. അപ്പോൾ പോപ്പിയുടെ ഒരു സന്തോഷം കണ്ടോ. ഈ വിൻഡോ തുറന്നിട്ട് കഴിഞ്ഞാൽ പോപ്പിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റൊക്കെ നന്നായിട്ട് കിട്ടുമല്ലോ. ആൾ നന്നായിട്ട് ഉല്ലസിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ എയർപോർട്ടിൻ്റെ റോഡിലേക്ക് കുറേ പേർക്ക് അറിയുണ്ടാവും, അവിടെ ഒരു മേള ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറേ പൂക്കളും പായസവും ഒരുപാട് ഉണ്ട് കേട്ടോ, സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെ ആദ്യം പോയി മാവേലീനൊക്കെ അവിടെ കണ്ടു. പിന്നെ അവിടെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ അധികം നേരം നിൽക്കാതെ ഞങ്ങൾ നേരെ അങ്കമാലിയിലേക്ക് പോയി. അങ്കമാലിയിൽ ഈ പറഞ്ഞ പോലെ നല്ല പൂക്കട ഒക്കെ ഉണ്ടായിരുന്നു. പൂക്കട അല്ലാതെ താൽക്കാലികമായിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പം സാധാരണ രീതിക്ക് ഞങ്ങൾ നോർത്തിലാണ് പോയിട്ട്, എറണാകുളം നോർത്തിലാണ് പോയി വാങ്ങാറുള്ളത് കേട്ടോ പൂക്കളൊക്കെ. അവിടെ പോകാൻ തന്നെ നല്ല രസമാണ് ഉത്രാടത്തിൻ്റെ അന്ന്. പക്ഷെ അന്നത്തെ ദിവസം നല്ല മഴയായിരുന്നു പകലൊക്കെ. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ധൈര്യം പോരാ. കാരണം ഞങ്ങൾ പോണത് ബുള്ളറ്റിനായിരിക്കും. അന്നത്തെ ദിവസം കാറൊന്നും എടുത്തിട്ട് നമ്മൾ എറണാകുളത്തേക്ക് പോവാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കൂല, ഭയങ്കര ബ്ലോക്കായിരിക്കും. അപ്പോൾ സ്ഥിരമായിട്ട് ബുള്ളറ്റിൽ പോക്കാണുള്ളത്. മഴയായതുകൊണ്ട് ഞങ്ങൾ അത് മാറ്റി അങ്കമാലിയിലേക്ക് വന്നതാണ്. പക്ഷെ നന്നായിരുന്നു. നല്ലൊരു ഡീലിൽ തന്നെ ഞങ്ങൾക്ക് കുറേ അധികം പൂക്കൾ കിട്ടി. പിന്നെ ഞങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടികൾ, ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ പൂക്കളൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോപ്പീനെ അവൾക്ക് ഇത്തിരി വീക്ക്നെസ്സാണ്, നന്നായിട്ട് കഴിക്കും. ഇപ്പം മുല്ലപ്പൂവൊക്കെ ആണെങ്കിൽ ആളുടെ ഭയങ്കര ഇഷ്ടമുള്ള ആഹാരമാണ്. അപ്പം ഞങ്ങളൊന്ന് പേടിച്ചു ഇവള് കഴിക്കുമോ. പിന്നെ ഞങ്ങളിങ്ങനെ നോക്കി വെച്ച് അവളെ എവിടം വരെ പോവും, പൂക്കളൊക്കെ അലമ്പാക്കുന്നുണ്ടോ. പക്ഷെ പാവമായിട്ട് കുട്ടി അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കുന്നതല്ലാതെ ഒരു പൂവിനെയും അവൾ ദ്രോഹിക്കില്ല. പിന്നെ തെല്ലത്തൊക്കെ കിടക്കണതൊക്കെ ആൾ ചെറുതായിട്ടൊക്കെ ഒന്ന് സാപ്പിടും. പിന്നെ അച്ഛൻ വന്നു. ഞങ്ങൾ കുറേ അധികം പൂക്കൾ വീട്ടിൽ വളപ്പിൽ തന്നെയുള്ള പൂക്കൾ എടുത്തു. പിന്നെ ഈ വാങ്ങിയ പൂക്കളുമാണ് കേട്ടോ. പിന്നെ പിറ്റേന്നാണ് ഈ കാണുന്നത്. അതായത് രാവിലെ പുലർച്ചെ ഒരു 4-4:30 5 മണിയാകുമ്പോഴാണ് ഇവിടെ ഓണം കൊള്ളുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. എല്ലായിടത്തും ഇത് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. വടക്ക് ഭാഗത്തൊന്നും അധികം ഇല്ല എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓണം കൊള്ളൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അപ്പം 4-4:30 5 മണി, നമ്മളിവിടെ തുടങ്ങിയത് ഏകദേശം 5 മണിക്കാണെന്ന് തോന്നുന്നു. 5 മണിക്കാണ്. അപ്പം അച്ഛനാണ് ഓണം കൊള്ളുന്ന ആള്, അമ്മയാണ് കർമ്മിണി. ഞങ്ങൾ 3 പേരും വന്ന് കാണുക, അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പം ഇപ്രാവശ്യം ഞങ്ങളുടെ കൂടെ ദിവസമാഴ്ച പോപ്പിയുണ്ട്. പോപ്പിയുടെ ഫസ്റ്റ് ഓണമാണ്. അപ്പോൾ പോപ്പി ഇരുന്ന് നന്നായിട്ട് കാണുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യണേ. ഏന്തി വലിഞ്ഞൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റാത്തതൊക്കെ അങ്ങനെ നോക്കി കാണുന്നുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ ചെയ്യണമെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓണത്തപ്പനെ മുറ്റത്തുനിന്ന് വരവേറ്റ് അകത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അതിന് തൃക്കാക്കരപ്പനെ വെച്ചിട്ട് നമ്മൾ അണിയൊക്കെ ചെയ്യും കേട്ടോ. ഈ മാവൊക്കെ വെച്ചിട്ടുള്ള അതിനെ പറയണതാണ് അണിയുക എന്നുള്ളത്. പിന്നെ അതുപോലെ തുമ്പക്കടവും തുളസിയൊക്കെ വെച്ച് നമ്മൾ മുറ്റത്തുനിന്നേ കൊണ്ടുവരും. അപ്പം അതിന് വേണ്ടിയിട്ട് അച്ഛൻ ആദ്യമേ എന്താ പറയുക, തുമ്പക്കടമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അവിടെയാണ് നമ്മുടെ ആ കാണുന്ന ഭാഗത്താണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക. ചന്ദനം ചാർത്തയും അതുപോലെ തന്നെ തുളസിയുടെയും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം എല്ലാ വട്ടവും അച്ഛൻ തന്നെയാണ് ചെയ്യണത്. പക്ഷെ അച്ഛനെ എപ്പോഴും അമ്മ പറഞ്ഞു കൊടുത്താലേ ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര കോമഡി പരിപാടികളൊക്കെ ഉണ്ട് അച്ഛൻ്റെ വക. അത് എനിക്ക് കുഞ്ഞുനാളേ മുതൽ കണ്ട് ഞാൻ എപ്പോഴും അമ്മയോട് പറയും, എത്രയൊക്കെ ആണെങ്കിലും എന്നെ വിളിച്ചേക്കണം, ഞാൻ വന്ന് എണീറ്റിരിക്കും. അങ്ങനെ കുഞ്ഞിലേ മുതലുള്ള ശീലമാണ് ഇതൊക്കെ. നാട്ടിൻ പുറത്തുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷെ ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഗേറ്റിൻ്റെ ഇടയിൽ കൂടെ നോക്കുകയാണെങ്കിൽ ആ വീട്ടുകാരും ചെയ്യുന്നുണ്ട്. ആ സമയമാകുമ്പം എല്ലാ വീട്ടിലും നടക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. അപ്പോൾ അതൊരു സന്തോഷമാണ്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ദൈവം സഹായിച്ച് എല്ലാ വീടുകളിലും നടക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ ഇത് കണ്ടിട്ടില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടിട്ടില്ലാത്തവർക്കൊരു കാഴ്ചയും കൂടി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രാവിലെ തന്നെ ഇതിരുന്ന് ഷൂട്ട് ചെയ്യണത്.
ഇപ്പോൾ തുമ്പക്കടം ഇതിനകത്ത് മെയിനാണ് തുമ്പയും തുളസിയും. പിന്നെ തൃക്കാക്കരപ്പനയൊക്കെ അമ്മ തന്നെ ഉണ്ടാക്കിയതാട്ടോ, മണ്ണ് വെച്ച് കുഴച്ചുണ്ടാക്കിയതാണ്. സാധാരണ രീതിക്ക് അമ്മ എനിക്ക് ചെറുപ്പം മുതലേ ചെയ്തു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞി അമ്മി, ഒരല്, അതുപോലെ ആട്ടുകട്ടിലല്ല സോറി അരകല്ല് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് മണ്ണ് വെച്ച് കുഴച്ചുണ്ടാക്കി തരും ഈ തൃക്കാക്കരപ്പന ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഓർമ്മയാണ്. അതിപ്പോഴും ചെയ്യുമായിരുന്നു കേട്ടോ, 2 കൊല്ലം മുമ്പ് വരെയും ചെയ്തു തന്നിരുന്നു. ഇനിയിപ്പോൾ എപ്പോഴാണേലും അമ്മ ഈ തൃക്കാക്കരപ്പന ഉണ്ടാക്കുമ്പോൾ ബാക്കി വരുന്ന മണ്ണ് വെച്ചിട്ട് അമ്മ അതൊക്കെ ഉണ്ടാക്കി തരും. അതൊക്കെ എപ്പോഴും ഉള്ളതാണ്. അത് കാണാനും നല്ല രസമാണ്. അവിടെയൊക്കെ എന്നിട്ട് ഞങ്ങൾ ഈ നമ്മുടെ എന്താ പറയുക ഓണത്തിൻ്റെ പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ ഞങ്ങൾ എന്നിട്ട് അതൊക്കെ വെച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യും. ഇതൊക്കെ സാധാരണയുള്ള കാര്യങ്ങളാണ്. പൂത്തറ, അതന്നെ. പൂത്തറയും ഈ പറഞ്ഞ പോലെ അത്തത്തിന് തൊട്ട് മുന്നത്തെ ദിവസം ഞങ്ങൾ വെച്ച് എന്താ പറയുക കെട്ടി മണ്ണൊക്കെ വെച്ച് ഉണ്ടാക്കുന്നതാണ്, വാങ്ങുന്നതല്ല അതും. പിന്നെ അമ്മ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കുറേ പൂക്കളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ മേലേക്ക് തൃക്കാക്കരപ്പൻ്റെ മേലേക്ക് ഇങ്ങനെ വെക്കുകയാണ്. ഇത് കാണുമ്പോഴും ആ സമയവും നമുക്ക് അടുത്തൊരു ഓണം വരെയും ഒരു എന്താ പറയുക ഭയങ്കര എനർജിയാണ് ഫീൽ ചെയ്യുക. അത് ഇങ്ങനെയുള്ള ചടങ്ങുകൾ ചെയ്യുന്നവർക്ക് അറിയാം. പിന്നെ ഇതിനകത്തൊരു മെയിൻ ഐറ്റം ഉണ്ട്, അട അല്ലേ, പൂവട എന്ന് പറയും. അതും ഭയങ്കര ഇതാട്ടോ. അത് ഞങ്ങൾ മുറ്റത്ത് ആ ഗേറ്റിന് അപ്പുറം കണ്ടില്ലേ, അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ കാണിച്ചു തരികയാണ് നിങ്ങളെ എവിടം വരെ കൊണ്ടുവന്നു, എവിടെ വരെയാണിത് തുമ്പക്കടൊക്കെ വെച്ചിട്ട് ഇതാക്കുന്നത്, തൃക്കാക്കരപ്പനയൊക്കെ എവിടെ വരെ വെച്ചു എല്ലാം കാണിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് നേരമായി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുളിച്ച് തിരിവെച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പം അമ്പലത്തിൽ പോവാറില്ലേന്ന് ചോദിക്കുകയാണെങ്കിൽ ഓണത്തിൻ്റെ അന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോവാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഈ എന്താ പറയുക രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് പൂവിടാനായിട്ട്. അപ്പം അങ്ങനെയാണ് തലേ ദിവസം ഞങ്ങൾ പൂവിട്ട് വെക്കാറില്ല. അതുകൊണ്ടാണ് അമ്പലത്തിൽ പോവാത്തത്. അമ്പലം ഞങ്ങൾ സ്കിപ്പ് ചെയ്യുന്നത്. ഭഗവാനെ ഞങ്ങൾ വീട്ടിൽ വെച്ച് തന്നെ അങ്ങനെ കാണുകയാണ്. ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പൂവിടാനായിട്ട്. പ്ലാനിങ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായിട്ടും പ്ലാനിങ് ഇല്ലാത്ത ആൾക്കാരാണ് ഞങ്ങൾ കഴിഞ്ഞ വട്ടം എനിക്ക് തോന്നുന്നു ഗൂഗിളിലൊക്കെ ഏറ്റവും കൂടുതൽ പരിചിതമായിട്ടുള്ള ഒരു പൂക്കളാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇപ്പോഴത്തെ ഞങ്ങൾ വിചാരിച്ച് നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ ആവുന്നു. ആദ്യമൊക്കെ കുറേ ചോക്കൊക്കെ വെച്ചിട്ട് വരച്ച് വെച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് പോവുമായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, ഞങ്ങൾ വളരെ പ്രൗഡായിരുന്നു ഇട്ട് കഴിഞ്ഞപ്പോൾ. ഞങ്ങൾ ഒരു ധാരണയില്ലാണ്ട് ഇട്ട് തുടങ്ങി പിന്നെ വന്നത് നല്ല അടിപൊളി പൂക്കളമായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ അഭിപ്രായം എന്തായാലും അറിയിക്കണം. അപ്പോൾ ഇതിൽ ആരൊക്കെയാണ് ഈ പൂടുന്നതിൽ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ, ഞാൻ, ഏട്ടൻ ഞങ്ങൾ 3 ആളാണ്. അമ്മ പിന്നെ ലാസ്റ്റ് ആയപ്പം കുറച്ച് ബോർഡറൊക്കെ ചെയ്യാൻ വന്നു. പിന്നെ അമ്മയ്ക്ക് അന്നേ ദിവസം സദ്യയുടെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ടാക്കാണ്ടായിരുന്നു. എനിക്ക് അവിയൽ മാത്രമേ ഉണ്ടാക്കാണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് അത്ര സമയം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നന്നായിട്ട് പൂക്കളൊക്കെ ഇട്ട് പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ കുറച്ച് അധികം എടുപ്പിച്ചിട്ടുണ്ട് ഏട്ടനെ കൊണ്ട്. അത് ഞാൻ ലാസ്റ്റ് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അതും കൂടി കാണും. പിന്നെ പോപ്പിനെ നോക്കുകയാണെങ്കിൽ വക്കത്തിപ്പം വെച്ചേക്കണ ഭാഗത്തൊക്കെ പന്തിപ്പൂവും അങ്ങനെയുള്ള ജമന്തിയൊക്കെ അവൾ തിന്നുന്നുണ്ട് കേട്ടോ ചെറുതായിട്ടൊക്കെ. പക്ഷെ കളത്തിനൊരു പ്രശ്നം ഉണ്ടാക്കണില്ല. പിന്നെ ഓണത്തിൻ്റെ സദ്യ ആദ്യം കൊടുക്കണത് നമ്മുടെ പോപ്പിക്ക് തന്നെയാണ്. പോപ്പി നന്നായി കഴിക്കും. തുടക്കത്തിൽ ഒരു അമാന്തം ഉണ്ടാവും, ഏതൊക്കെയാണെന്ന് ആൾക്ക് അറിയില്ലല്ലോ. എന്നാലും കുറച്ച് ഈ പറഞ്ഞ പോലെ സാമ്പാറിലെ വെണ്ടയ്ക്ക, അവിയലിൻ്റെ കഷ്ണങ്ങൾ, അതുപോലെ കുറച്ച് ക്യാബേജ്, ഇതൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആളുടെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെ ഇലയിലേക്ക് കൈയും ഒന്നും വെക്കില്ല. നല്ല നീറ്റായിട്ട് ദിവസം അയച്ച് കഴിക്കും. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സദ്യയൊക്കെ. പിന്നെ ആളുടെ ഏറ്റവും ഫേവറേറ്റ് ആണ് നമ്മുടെ ചിപ്സൊക്കെ ഞങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ആദ്യം പുള്ളിക്കാർ സാപ്പിട്ടു. പിന്നെ പായസത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2 പായസമാണ് ഉണ്ടായിരുന്നത്. ഒന്ന് പരിപ്പ് പ്രഥമനും പിന്നെ പാലടയായിരുന്നു. ഈ 2ഉം അച്ഛൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അച്ഛനാണ് ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് അവിയലുണ്ടാക്കി, അതുപോലെ സാമ്പാർ, പിന്നെ കൂട്ടുകറി. ഇത്രയാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ അമ്മ ക്യാബേജ് തോരനുണ്ടാക്കി, അതുപോലെ തന്നെ കാളനുണ്ടാക്കി. പിന്നെ അച്ചാറുകളൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഇല്ലായിരുന്നു ഐറ്റംസ്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം അന്നത്തെ ദിവസം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു 2 ദിവസം കൂടി ഉണ്ടാവും. നമ്മുടെ പോപ്പി ഇലയൊക്കെ വടിച്ച് കഴിച്ചിട്ടോ. അപ്പോൾ അങ്ങനെയായിരുന്നു ഞങ്ങളുടെ സദ്യവട്ടങ്ങളൊക്കെ. ഒരു സിമ്പിളായിട്ടുള്ള ഓണം, പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങൾ പ്രത്യേകിച്ച് ഓണത്തിൻ്റെ അന്ന് എവിടെയും പോക്കൊന്നുമില്ല. അന്നേ ദിവസം ഞങ്ങൾ ഈ സദ്യ കഴിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ കുറച്ചൊന്ന് ഉറങ്ങണമല്ലോ. അതും അതിൻ്റെ ഒരു കീഴ്വഴക്കാണല്ലോ. അതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം സിനിമ കാണുമോ, അതും അല്ലെങ്കിൽ കുറച്ച് നേരം ഞങ്ങൾ അന്നത്തെ ദിവസം കുറേ നേരം വർത്താനം പറയുക ചെയ്തത്, ഇറയത്തിരുന്നിട്ട് പൂവൊക്കെ കണ്ടിട്ട്.
ഇതൊക്കെയാണ് കുറച്ച് ഫോട്ടോസ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെയും ഓണം നന്നായിരുന്നു എന്ന് തന്നെ വിചാരിക്കട്ടെ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ദിസ് ഇസ് രാജലക്ഷ്മി സൈനിങ് ഓഫ്. താങ്ക് യു.